ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആണ് പറയുന്നത്. ക്ലാസിക്കൽ EOQ മോഡൽ എന്ന ഭാഗത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ബേസിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡലിൻ്റെ ബേസിക് അസംഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് എന്താണ് ക്ലാസിക്കൽ EOQ മോഡലിൻ്റെ അസംഷൻസ് എന്ന് നോക്കാം. ക്ലാസിക്കൽ EOQ മോഡലിൻ്റെ അസംഷൻസ് പറയുന്നത് ആനുവൽ ഡിമാൻഡിനെ നമ്മൾ ഡി എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ഡി. അതുപോലെ തന്നെ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റിന് നമ്മൾ CH അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റിന് CH അല്ലെങ്കിൽ CI എന്നോ IC എന്നോ. C എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് I ഈസ് ദ ഇൻവെൻ്ററി ക്യാരിയിങ് ചാർജ്. C എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റും I എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി ക്യാരിയിങ് ചാർജുമാണ്. അപ്പോൾ ക്യാരിയിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റിനെ നമ്മൾ CH എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുക. ഓർഡറിംഗ് കോസ്റ്റിനെ നമ്മൾ CO. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ CO അല്ലെങ്കിൽ A എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ഫോർ എ മെറ്റീരിയൽ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്ലി. അപ്പോൾ ആദ്യം അസംഷൻസ് പറയുന്നത് ആനുവൽ ഡിമാൻഡ് D എന്ന്, ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റിനെ നമ്മൾ CH അല്ലെങ്കിൽ CI എന്നോ. C എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് കോസ്റ്റ്, I എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി ക്യാരിയിങ് ചാർജിനെ I എന്നും പറയാം. അപ്പോൾ നമ്മൾ കോമൺലി അത് CH എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ CH എന്നോ അല്ലെങ്കിൽ IC എന്നോ സൂചിപ്പിക്കാം. ഓർഡറിംഗ് കോസ്റ്റിനെ CO എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് EOQ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. EOQ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഡിവൈഡഡ് ബൈ CH ആണ്. √2 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, CO എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്, ഡിവൈഡഡ് ബൈ CH എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ 2 ഇൻറ്റു ആനുവൽ ഡിമാൻഡ് ഇൻറ്റു ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് 2 ഇൻറ്റു ഡിമാൻഡ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ലഭിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഡിവൈഡഡ് ബൈ CH എന്നാണ്. 2 എന്ന് പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. D എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡാണ്. CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓർഡറിംഗ് കോസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്ററാണ്. ഡിവൈഡഡ് ബൈ CH എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്. ഈ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ടൈം ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ D ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഫോർമുലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡലാണ്. ടൈം ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ D എന്നുള്ളതാണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻവെൻ്ററിയാണ്. ഇൻവെൻ്ററി അല്ലെങ്കിൽ ആവറേജ് ഇൻവെൻ്ററി ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ എന്ത് പറയുന്നത് അത് പറയുന്നത്. Q എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? Q എന്ന് പറഞ്ഞാൽ നമുക്ക് EOQനെയാണ് Q എന്ന് പറയുന്നത്. EOQനെ തന്നെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ EOQ ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇൻ്റർവെൽ എന്നുള്ളത് കിട്ടും. അപ്പോൾ EOQ ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇൻ്റർവെൽ എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻ്ററി വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഇൻറ്റു CH ആണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻ്ററി വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഇൻറ്റു CH എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ആവറേജ് ഇൻവെൻ്ററി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ Q ഡിവൈഡഡ് ബൈ 2. Q എന്ന് പറഞ്ഞാൽ ലോട്ട് സൈസ് ഓഫ് ഇൻവെൻ്ററി ഫോർ ഈച്ച് മന്ത്. ഓരോ മാസത്തിലുമുള്ള ലോട്ട് സൈസ് ഓഫ് ഇൻവെൻ്ററിയാണ് Q എന്ന് പറയുന്നത്. ആ Q നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ Qനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് ഇൻവെൻ്ററി കിട്ടും. ഇതാണ് ക്ലാസിക്കൽ EOQ മോഡലുമായി ബന്ധപ്പെട്ടുള്ള ചില ഫോർമുലകൾ എന്ന് പറയുന്നത്. ആനുവൽ ഡിമാൻഡിനെ നമ്മൾ D എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റിനെ നമ്മൾ CH എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. ഓർഡറിംഗ് കോസ്റ്റിനെ നമ്മൾ CO എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും, വാക്കല്ല ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. EOQ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഡിവൈഡഡ് ബൈ CH ആണ്. ടൈം ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ D ആണ്. മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻ്ററി വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു √2DCO ഇൻറ്റു CH ആണ്. ആവറേജ് ഇൻവെൻ്ററി ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 2 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിക്കൽ EOQ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാം. ഈ ഫോർമുലയിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻ്ററി വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഇൻവെൻ്ററി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഈ മറ്റ് ചില അസംഷൻസ് പറയുന്നത് ആവറേജ് ഇൻവെൻ്ററി ലെവൽ ഈസ് ദ ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2. ഓർഡർ ക്വാണ്ടിറ്റിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഇൻവെൻ്ററി ലെവൽ എന്നുള്ളത് കിട്ടും. സോ ആവറേജ് ഇൻവെൻ്ററി ലെവൽ ഈസ് ദ ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2.
പിന്നെ പറയുന്നത് ദർ ഈസ് നോ വോള്യൂം ഓഫ് ഡിസ്കൗണ്ട് ഇല്ല. ദാറ്റ് മീൻസ് ദ പർച്ചേസ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ക്വാണ്ടിറ്റി ഓർഡേഡ്. ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പർച്ചേസ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ വോള്യൂം ഡിസ്കൗണ്ട്, അതുകൊണ്ട് തന്നെ വോള്യൂം ഡിസ്കൗണ്ട് എന്നുള്ളതില്ല. ദർ ഈസ് നോ വോള്യൂം ഡിസ്കൗണ്ട്, ദാറ്റ് മീൻസ് പർച്ചേസ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ക്വാണ്ടിറ്റി ഓർഡേഡ്. ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതിനൊപ്പം പർച്ചേസ് കോസ്റ്റ് ചേഞ്ച് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ വോള്യൂം ഡിസ്കൗണ്ട് എന്നുള്ളത് ഇല്ല. പിന്നെ പറയുന്ന മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററി ഈസ് റീപ്ലനിഷ്ഡ് ആസ് ആൻഡ് വെൻ ദ സ്റ്റോക്ക് ലെവൽ ഈസ് ആൾമോസ്റ്റ് സീറോ. സ്റ്റോക്ക് ലെവൽ സീറോ ആകുന്നത് വരെ സ്റ്റോക്കോ ഇൻവെൻറ്ററിയോ എന്ത് ചെയ്യുന്നില്ല, റിപ്ലനിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു അസംഷനായിട്ട് പറയുന്നത്. ദർ ഈസ് നോ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, ദാറ്റ് മീൻസ് ദ സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററി ഈസ് റിപ്ലനിഷ്ഡ് ആസ് ആൻഡ് വെൻ ദ സ്റ്റോക്ക് ലെവൽ ഈസ് ആൾമോസ്റ്റ് സീറോ. സ്റ്റോക്ക് ലെവൽ സീറോ ആകുന്ന സമയത്ത് തന്നെ സ്റ്റോക്ക് റീപ്ലനിഷ് ചെയ്യുന്നുണ്ട്. സീറോ ആകുന്നതിന് ആൾമോസ്റ്റ് ആകുന്ന സമയത്ത് തന്നെ റിപ്ലനിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററി ഈസ് റീപ്ലനിഷ്ഡ് ആസ് ആൻഡ് വെൻ ദ സ്റ്റോക്ക് ലെവൽ ഈസ് ആൾമോസ്റ്റ് സീറോ. ഇതാണ് ഇതിൻ്റെ അസംഷൻസ് പറയുന്നത്. അപ്പോൾ ഇതിലെ അസംഷൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ബേസിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ EOQ മോഡലിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് D ആണ്. ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റിന് നമ്മൾ CH എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. അതേപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റിനെ CO എന്നതുകൊണ്ട് സൂചിപ്പിക്കും. ആവറേജ് ഇൻവെൻറ്ററി ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. ദർ ഈസ് നോ വോള്യൂം ഡിസ്കൗണ്ട്, ദർ ഈസ് നോ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO ഡിവൈഡഡ് ബൈ CI എന്നുള്ളതാണ്. Q എന്നും പറയാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ EOQ എന്നോ അല്ലെങ്കിൽ Q എന്നോ പറയാം. ആ Q ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Q ഡിവൈഡഡ് ബൈ 2 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഇൻവെൻറ്ററി കിട്ടും. ടൈം ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ Q ഡിവൈഡഡ് ബൈ D ആണ്. ലോട്ട് സൈസ് ഫോർ ഇൻവെൻറ്ററി ഫോർ ഈച്ച് മന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ Q നിന്നും നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓരോ മാസം എന്ന് പറഞ്ഞാൽ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കത് ലോട്ട് സൈസ് കിട്ടും. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഇൻവെൻറ്ററി കിട്ടും. പിന്നെ മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻറ്ററി വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO × CH ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ടോട്ടൽ ഇയർലി ഇൻവെൻറ്ററി വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 2 പ്രോബ്ലംസ് ആണ് പറയുന്നത്. ആദ്യം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ഗ്രാഫൊന്നും പഠിക്കാനില്ല, ഗ്രാഫൊക്കെ നമുക്ക് പഠിക്കാനില്ല, അതൊന്നും നമുക്ക് ഇതിൽ പഠിക്കാനില്ല. അത് കോസ്റ്റ് അക്കൗണ്ടിങ് പോലുള്ള സബ്ജക്റ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാകാം, അല്ലാതെ ഇതിൽ പഠിക്കാനില്ല. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ അത് പഠിക്കാനില്ല. വർക്കിംഗ് ക്യാപിറ്റൽ പോലുള്ള സബ്ജക്റ്റുകളിലാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ഉള്ളൂ. എങ്കിലും അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നു മാത്രം. അതിൽ ആനുവൽ കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, അതിൻ്റെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പോയിൻ്റ് എന്നുള്ളത് തന്നിരിക്കുന്നുണ്ട്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും കൂടി യോജിച്ച് വരുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന പോയിൻ്റാണ് EOQ എന്ന് പറയുന്നത്. അത് നമുക്ക് വരയ്ക്കാനും പഠിക്കാനൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അത് വരയ്ക്കാനൊന്നും പഠിക്കാനില്ല. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EOQ എന്ന് പറയുന്നത് അതാണ്. ഇനി ഇല്ലുസ്ട്രേഷൻ 4ലേക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 4 എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ആനുവൽ യൂസേജ് തന്നിട്ടുണ്ട് 500 പീസാണ്. കോസ്റ്റ് പെർ പീസ് എന്നുള്ളത് ₹100. ഓർഡറിംഗ് കോസ്റ്റ് ₹10 പെർ ഓർഡർ. ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളത് 20% ഓഫ് ആവറേജ് ഇൻവെൻറ്ററി. ഇനി നമ്മളോട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് √2DCO ഡിവൈഡഡ് ബൈ CH ആണ്. ഇപ്പോൾ സൊല്യൂഷൻ നോക്കുക. D = 500 പീസ്. CO എന്ന് പറഞ്ഞാൽ എത്രയാണ്? CO എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്, 10 പെർ ഓർഡർ ആണ്. ഇപ്പോൾ ₹10 പെർ ഓർഡർ. CH എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് 20% ഓഫ് ആവറേജ് ഇൻവെൻറ്ററി തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പെർ പീസ് 100 ആണ്. അപ്പോൾ ആ 100 ഇൻറ്റു അതിൻ്റെ 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന് കിട്ടും. അതാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് പെർ പീസ് 100, ആ കോസ്റ്റ് പെർ പീസ് 100 ഇൻറ്റു ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% ഓഫ് ആവറേജ് ഇൻവെൻറ്ററിയാണ്. ആവറേജ് ഇൻവെൻറ്ററിയുടെ 20%. അപ്പോൾ 100ൻ്റെ 20% ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ √2DCO ഡിവൈഡഡ് ബൈ CH ചെയ്ത് കഴിഞ്ഞാൽ 2 × 10 × 500 ഡിവൈഡഡ് ബൈ 20 നമുക്ക് 22 പീസസ് എന്ന് റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. 22 പീസസ് നമുക്ക് കിട്ടും. ഇനി ഇല്ലുസ്ട്രേഷൻ 5 നോക്കുക. ഇല്ലുസ്ട്രേഷൻ 5 ദ ENG ടെക് കമ്പനി സെൽസ് ഹാർഡ്വെയർ ഐറ്റംസ്. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ.
ആനുവൽ സെയിൽസ് റുപ്പീസ് 10,000, ഓർഡറിംഗ് കോസ്റ്റ് റുപ്പീസ് 25 per order, carrying cost 12.5% of average inventory value. Find the optimal order size, number of orders per year and cycle period. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ENG ടെക് കമ്പനി എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഐറ്റംസ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ആനുവൽ സെയിൽസ് എന്നുള്ളത് 10,000 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് 25 per ഓർഡറാണ്. ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് 12.5% ഓഫ് ആവറേജ് ഇൻവെൻറ്ററി വാല്യൂ. ആവറേജ് ഇൻവെൻറ്ററി വാല്യൂവിൻ്റെ 12.5% ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? EOQ കാൽക്കുലേറ്റ് ചെയ്യണം. ഒപ്റ്റിമൽ ഓർഡർ സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ, ഒരു വർഷത്തിലുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സൈക്കിൾ പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. D = ₹10,000. ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? ആനുവൽ സെയിൽസിനെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത് അത് 10,000 ആണ്. CO എന്നല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്, അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CH അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 12.5% ഓഫ് ആവറേജ് ഇൻവെൻറ്ററി വാല്യൂ ഓർ യൂണിറ്റ്. ആവറേജ് ഇൻവെൻറ്ററി വാല്യൂവിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെയോ 12.5% CH എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ √2DCO / CH ചെയ്യാം. √2DCO / CH എന്ന് പറഞ്ഞാൽ 2 × 25 × 10,000 / 0.125. ഈ 2 × 25 × 10,000 / 0.125 ചെയ്യുമ്പോൾ നമുക്ക് 12.5 / 100 ചെയ്യണം. അപ്പോഴാണ് 0.125 കിട്ടുക. അപ്പോൾ നമുക്ക് 2000 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 2000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിമാൻഡ് / ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ഡിമാൻഡിനെ നമ്മൾ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കിട്ടും. ഒരു വർഷത്തിലുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് കിട്ടും. ഡിമാൻഡ് എന്നുള്ളത് D / ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q ആണ്. Q എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ 10,000 / 2000 ചെയ്യും സമയത്ത് 5 എന്ന് കിട്ടും. 5 ആണ് N എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈക്കിൾ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സൈക്കിൾ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻവെൻറ്ററി സൈക്കിൾ ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ / N ആണ്. ഒരു വർഷത്തിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ അതിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻറ്ററി സൈക്കിൾ ടൈം കിട്ടും. അപ്പോൾ 365 ഒരു വർഷത്തിൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. അത് / N എന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 5 ചെയ്ത് കഴിഞ്ഞാൽ 73 ഡേയ്സ് ആണ് സൈക്കിൾ പീരിയഡ് അല്ലെങ്കിൽ ഇൻവെൻറ്ററി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ Q / D 2000 / 10,000. അപ്പോൾ 0.2 ഇയർ കിട്ടും. അത് ഇൻറ്റു 365 ചെയ്താലും 73 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ 2 പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഒന്ന് ഇല്ലുസ്ട്രേഷൻ 4ഉം ഒന്ന് ഇല്ലുസ്ട്രേഷൻ 5ഉം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 പ്രോബ്ലംസ് ആണ്. EOQ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √2DCO / CH ആണ്. D എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്. CO എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. CH എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് കാണണമെങ്കിൽ 20% ഓഫ് ആവറേജ് ഇൻവെൻറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവറേജ് ഇൻവെൻറ്ററി എത്രയാണ്? കോസ്റ്റ് പെർ പീസ് ₹100 ആണ് പറഞ്ഞു. ഒരു പീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 100 × 20% കാണുമ്പോൾ 20 എന്നുള്ളത് ആവറേജ് ഇൻവെൻറ്ററി, അതായത് ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും. ആ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കേണ്ടത് ഒപ്റ്റിമൽ ഓർഡർ സൈസും നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയറും അതുപോലെ തന്നെ സൈക്കിൾ പീരിയഡും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ചെയ്യാൻ ഡിമാൻഡ് / ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി. സൈക്കിൾ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ / N. അതുപോലെ തന്നെ ഇൻവെൻറ്ററി സൈക്കിൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ / N ചെയ്യുമ്പോൾ നമുക്ക് 73 ഡേയ്സ് എന്ന് കിട്ടും. ഇൻവെൻറ്ററി സൈക്കിൾ ടൈം നമുക്ക് 73 ഡേയ്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫോർമുലകളാണ്. ഈ ഫോർമുലകൾ പഠിച്ചു വയ്ക്കുക. ഈ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഈ ഫോർമുലകൾ ജസ്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യൽ മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ പറയുന്ന ഫോർമുലകൾ ഉപയോഗിച്ച് പ്രധാനമായിട്ടും EOQ കാണാനൊക്കെയാണ് വരിക. അപ്പോൾ EOQ കാണാനുള്ള ഫോർമുല പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അപ്ലൈ ചെയ്യുക. 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.